AI ലോകം ഹൈപ്പർ സ്പീഡിലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഡെയിലി നടക്കുന്നു. സൂപ്പർ സോണിക്കിൽ ഓടുന്ന ഈ ലോകത്തെ ചേസ് ചെയ്യാൻ നമ്മളും സൂപ്പർ സ്പീഡ് ആയേ പറ്റും. അതിന് നമുക്ക് ചുറ്റും നടക്കുന്ന AI റിലേറ്റഡ് കാര്യങ്ങൾ നമ്മളും അറിഞ്ഞിരിക്കണം. അതിലേക്കുള്ള ഒരു എഫേർട്ടാണ് ഈ വീക്ക്ലി ന്യൂസ്. സോ ലെറ്റ്സ് ജംപ് ഇൻ. ഈ വീക്കിലെ മിന്നും താരം ഒരു പുതിയ AI വീഡിയോ ജനറേഷൻ ടൂളാണ്. ഫോട്ടോഷോട്ട് എന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഫൗണ്ടഡ് ബൈ ആകാശ് ശാസ്ത്രി, ജോൺ മുള്ളൻ ആൻഡ് ഡൻകൻ ക്രോബക്ക് ഇവരുടെ പുതിയ AI ടെക്സ്റ്റ് വീഡിയോ ജനറേഷൻ ടൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഈ ടൂളിന്റെ പേരും ഫോട്ടോഷോട്ട് എന്ന് തന്നെയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് റിലേറ്റഡ് ആയി കൊടുത്ത ബ്ലോഗിൽ പറയുന്നത് ഹൗ എ 4-person ടീം ബിൽഡ് സോറ എന്നാണ്. നിലവിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോസ് കാണാൻ അടിപൊളിയായി തോന്നുമെങ്കിലും റൺവേ ജെൻ 3നോടോ ക്ലിങ്ങിനോടോ ലുമയോടോ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട്സ് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. ഏതാണ്ട് ഇതുപോലെയാണ് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട്സ്. വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ വീഡിയോസ് എല്ലാം ഇവർ സെലക്റ്റീവായി ഇട്ടതാണ് എന്ന് സാരം. പക്ഷേ ദിസ് ടൂൾ ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബെറ്റർ റിസൾട്ട്സ്. hotshot.co വെബ്സൈറ്റിൽ അക്കൗണ്ട് ആക്കിയ ശേഷം ഈ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഡെയിലി 3 ജനറേഷൻ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെയും മിക്കപ്പോഴും നമ്മൾക്ക് നല്ല വെയിറ്റിംഗ് ടൈമും കിട്ടും. ഫൈനലി കിട്ടുന്ന റിസൾട്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല. കറന്റ് 2 പെയ്ഡ് പ്ലാനാണ് ഇവർക്കുള്ളത്. $29 പെർ മന്തും $99 പെർ മന്തും. ഈ $29 പ്ലാനിൽ 100 ജനറേഷൻസ് ആണ് അവൈലബിൾ. 99 പ്ലാനിൽ 300 ജനറേഷൻസ് വരെയും കിട്ടും. കുറച്ച് സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വീഡിയോ ടൂൾസിൽ എന്ന പോലെ വാട്ടർമാർക്ക് ഇവരിട്ട് ബുദ്ധിമുട്ടിക്കില്ല. 10 സെക്കൻഡ്സ് വരെയുള്ള വീഡിയോ വിത്ത് 720p റെസൊല്യൂഷൻ കിട്ടും എന്നാണ് കമ്പനി പറയുന്നതെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് മാക്സിമം 5 സെക്കൻഡ്സ് ഡ്യൂറേഷനുള്ള വീഡിയോസ് ആയിരുന്നു. സം സ്പെഷ്യാലിറ്റി പിന്നീട് എടുത്തു പറയാനാണെങ്കിൽ സ്ട്രോങ് പ്രോംപ്റ്റ് അലൈൻമെന്റ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വിഷ്വൽസ്, സ്മൂത്ത് മോഷൻസ് എന്നിങ്ങനെ പോകുന്നു കമ്പനിയുടെ വാഗ്ദാനങ്ങൾ. എന്തായാലും നെക്സ്റ്റ് 1 ഇയറിൽ AI ജനറേറ്റഡ് യൂട്യൂബ് വീഡിയോസ് സർവ്വസാധാരണമാവും. അപ്പോൾ കൂടുതൽ റെസൊല്യൂഷൻസ്, ലോങ്ങർ ഡ്യൂറേഷൻസ്, എൻഹാൻസ്ഡ് കൺട്രോളും ആൻഡ് ഈവൻ ഓഡിയോ സപ്പോർട്ടും ഒക്കെ കൊണ്ടുവരുമെന്നാണ് കമ്പനി പറയുന്നത്. AIയുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നല്ല അപ്ഡേറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത മിന്നും താരം വേറെ ആരുമല്ല, നമ്മുടെ ചുള്ളൻ മസ്കണ്ണനാണ്. ഇലോൺ മസ്കിന്റെ ന്യൂറൽ ലിങ്ക് സെക്കൻഡ് പേഷ്യന് സക്സസ്ഫുൾ ആയി ഇംപ്ലാന്റ് ചെയ്തു. ന്യൂറൽ ലിങ്കിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാനൊന്നുകൂടെ പറയാം. ന്യൂറൽ ലിങ്ക് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ഡിവൈസ് ആണ്. ബ്രെയിനിൽ ഘടിപ്പിക്കുന്നതോടെ നമ്മുടെ ന്യൂറോൺസിൽ നിന്നുള്ള സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാനും അത് മനസ്സിലാക്കി പാരലൈസ് ആയിട്ടുള്ളവർക്ക് ഡിജിറ്റൽ ഡിവൈസിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന തരത്തിലാണ് ഈ ഡിവൈസിന്റെ സെറ്റപ്പ്. ഇത്തവണ അലക്സ് എന്നൊരു പാരലൈസ്ഡ് പേഷ്യന്റിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തൊട്ടു മുന്നത്തെ ബെഞ്ച് മാർക്സിനെ ഈ പുതിയ ഇംപ്ലാന്റ് കടത്തിവെട്ടി എന്നാണ് കമ്പനി പറയുന്നത്. ആൻഡ് അലക്സ് ഈസ് നൗ കൺട്രോളിംഗ് ഹിസ് കമ്പ്യൂട്ടർ കംപ്ലീറ്റ്ലി യൂസിംഗ് ന്യൂറൽ ലിങ്ക്. ന്യൂറൽ ലിങ്ക് യൂസ് ചെയ്ത് CAD-ൽ ഡിസൈൻ ചെയ്യുന്നതും ഫസ്റ്റ് പേഴ്സൺ ഗെയിമായ കൗണ്ടർ സ്ട്രൈക്ക് കളിക്കുന്ന വീഡിയോസും എല്ലാം ട്വിറ്ററിൽ വൈറലാവുന്നുണ്ട്. വളർന്നു വരുന്ന AI ഭീഷണിക്കെതിരെ മനുഷ്യന് സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റി കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് മസ്കണ്ണന്റെ ന്യൂറൽ ലിങ്ക്. ന്യൂറൽ ലിങ്കിന്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ എൻഹാൻസ്ഡ് മൗസ് കൺട്രോൾസും വീഡിയോ ഗെയിം ഫംഗ്ഷനാലിറ്റിയും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്നു. ഹാൻഡ് റൈറ്റിംഗ് ഡിറ്റക്ട് ചെയ്യാനും മറ്റും അഡ്വാൻസ്ഡ് അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്യുക, പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടി റോബോട്ടിക് ആംസ് സപ്പോർട്ടും വീൽ ചെയർ സപ്പോർട്ടും അങ്ങനെയൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ പോകുന്നു ആ ലിസ്റ്റ്. എന്തായാലും മസ്കണ്ണൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. The wait is now over. LTX Studio is now public. LTX Studioനെ പറ്റി അറിയാത്തവർക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. LTX Studio is a AI powered pre-production tools for video creators from Lightrix. നിങ്ങൾക്ക് മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് വിഷ്വൽ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ പ്രൊഡക്ഷൻ വരെ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ സാധ്യമാക്കുന്നതാണ് LTX Studio. ക്യാരക്ടർ ഡിസൈൻ ചെയ്യുന്നതും ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരുന്നതും ക്യാരക്ടർ ഡയലോഗ്സും എല്ലാം ഇതിന്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ആണ്. ഇത്രയും കാലം ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ഇവിടെ തീർന്നില്ല LTXന്റെ പ്രത്യേകതകൾ. നിങ്ങളുടെ മനസ്സിലൊരു സീൻ ഉണ്ടെങ്കിൽ അത് ചുമ്മാ കുത്തിക്കുറിച്ച് എങ്ങനെയാണോ വേണ്ടത് എന്ന് പ്രോംപ്റ്റ് ചെയ്താൽ അതും ചെയ്തു തരും LTX. ആക്സസിന് വിസിറ്റ് LTX.studio. Midjourney is now offering free trials again in their new web platform. മിഡ്ജേണിയെ കുറിച്ച് അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക്. AI ഇമേജ് ജനറേഷനിലെ കിങ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു മുതലാണ് ഇത്. ഇവർ ഇത്രയും കാലം ഡിസ്കോഡ് എന്നൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം വഴിയായിരുന്നു യൂസേഴ്സിന് മുന്നിൽ എത്തിയിരുന്നത്. എന്നാൽ റീസെന്റ് അവർ വെബ്സൈറ്റ് വഴിയും ഇമേജ് ജനറേഷൻ തുറന്നു തന്നു. മിഡ്ജേണി ഒരു പെയ്ഡ് ടൂളാണ്. ഫ്രീ ട്രയൽ ഓപ്ഷൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഫുൾ പെയ്ഡ് മോഡലിലേക്കായി. എന്നാൽ പുതിയ വെബ് പ്ലാറ്റ്ഫോം ഫുള്ളി ഫംഗ്ഷനിങ് ആയതുകൊണ്ടും പിന്നെ ലേറ്റസ്റ്റ് വെർഷനായ 6.1 ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും യൂസേഴ്സിന് നൽകുക എന്ന ഉദ്ദേശത്തോടെ ആവാം വീണ്ടും ഫ്രീ ട്രയൽ തുറന്നു തന്നിട്ടുള്ളത്. ഫ്രീ ട്രയലിൽ 25 ക്രെഡിറ്റ് മാത്രമേ നമുക്ക് മിഡ്ജേണി തരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് ആക്കി ഫ്രീ ട്രയൽ യൂസ് ആക്കേണ്ടി വരും. ഈ 25 ക്രെഡിറ്റ് പറയുന്നത് 25 ഇമേജിന് തുല്യമാണ്. ഇത്രയും കാലം മിഡ്ജേണിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി നിർബന്ധമായും നമ്മളൊരു ഡിസ്കൗണ്ട് അക്കൗണ്ട് കൂടെ ചേർത്ത് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നം ഇപ്പോ മിഡ്ജേണി പരിഹരിച്ചിരിക്കുകയാണ്. കറന്റ് ഗൂഗിൾ അക്കൗണ്ട് വഴിയും ഡിസ്കോഡ് അക്കൗണ്ട് വഴിയും മിഡ്ജേണി ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ഈ 2 അക്കൗണ്ടുകൾ തമ്മിൽ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് 2x സൂം മാത്രമേ മിഡ്ജേണി സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ പുതിയ വെബ് പ്ലാറ്റ്ഫോം വഴി 10x Zoom വരെയും മിഡ്ജേണി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനാ കാത്തിക്കുന്ന, എല്ലാവരും പോയി ഒരു അക്കൗണ്ട് ആക്കി ട്രൈ ചെയ്ത് നോക്ക്. മിഡ്ജേണി ഫ്രീ ട്രയൽ കൊടുത്തതിന് തൊട്ട് പുറകെ ഐഡിയോഗ്രാമും വെർഷൻ 2.0 കൊണ്ടുവന്നു. മിഡ്ജേണിയെ പോലെ ഐഡിയോഗ്രാമും ഒരു AI ഇമേജ് ജനറേഷൻ ടൂളാണ്. പക്ഷേ ആദ്യമായിട്ട് ടെക്സ്റ്റ് ജനറേഷൻ അടിപൊളിയായി കൊണ്ടുവന്ന ഒരു ടീമാണ് ഐഡിയോഗ്രാം. ലോഗോസ്, മോക്കപ്സ്, ഇങ്ങനെ സൂപ്പറായിട്ട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഐഡിയോഗ്രാം. ഐഡിയോഗ്രാമിനെ പറ്റി ഞാനൊരു ഫുൾ ഡെപ്ത് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഞാൻ കൊടുക്കാം. മിഡ്ജേണി ഫ്രീ ട്രയലിൽ മൊത്തം 25 ക്രെഡിറ്റ് തരുമ്പോൾ ഡെയിലി 10 ക്രെഡിറ്റ് എന്ന നിലയിലാണ് ഐഡിയോഗ്രാം നമുക്ക് തരുന്നത്. ഒരു ക്രെഡിറ്റിൽ നമുക്ക് 4 ഇമേജസ് വരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം നമുക്ക് അപ്രോക്സിമേറ്റ് 40 ഇമേജസ് ജനറേറ്റ് ചെയ്യാം. ക്രെഡിറ്റ് തീർന്നു പോയാൽ നിങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻസാണ്. ഒന്ന് പെയ്ഡ് വെർഷൻ എടുക്കാം, അല്ലെങ്കിൽ പോയി ഒന്ന് ഉറങ്ങി പിറ്റേന്ന് വരാം. അപ്പൊ എങ്ങനെ കൂട്ടി കുറച്ച് നോക്കിയാലും ഐഡിയോഗ്രാമിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും. യൂട്യൂബ് ഫൈനലി യൂസേഴ്സിന് വേണ്ടി ഒരു പുതിയ AI ചാറ്റ് ബോട്ടിനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രധാനമായും അക്കൗണ്ട് ഹാക്കായി പോയ യൂസേഴ്സിന് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂസേഴ്സിനോട് ചോദിക്കുക വഴി അക്കൗണ്ടിന്റെ ആക്സസ് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ AI ബോട്ടിന്റെ സവിശേഷത. യൂട്യൂബിനെതിരെ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ് കസ്റ്റമർ സപ്പോർട്ട് രംഗത്തെ ശ്രദ്ധക്കുറവ്. ഇത് ഒരു പരിധി വരെ പരിഹരിക്കാൻ AI കൂട്ടുപിടിക്കുകയാണ് ഇവര്. കറന്റ്ലി ഈ ഫീച്ചേഴ്സ് പബ്ലിക് ആയില്ല എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമേ സപ്പോർട്ടും ചെയ്യുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഉടനെ തന്നെ വരും. നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് എന്റെ ഹീറോസ്. എ സ്പെഷ്യൽ താങ്ക്സ് ടു യു ഗൈസ്. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ഓഫ് അപ്ഡേറ്റ്സുമായി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. അന്നേരം ഇതുപോലൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ടാക്കി തരണം. അപ്പോ ബൈ.